ഹലോ ഫ്രണ്ട്സ്, KKC ഫാം ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ ലോഫ്റ്റുകളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പീജിയൻ പോക്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് പീജിയൻ പോക്സ്? ഏവിയൻ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പീജിയൻ പോക്സ്. ഇതൊരു വൈറസ് രോഗമാണ്. ഇതിൻ്റെ വാഹകർ കൊതുകുകളും ഈച്ചകളുമാണ്. അപ്പോൾ ഫസ്റ്റിലെ പ്രിവെൻഷൻ എന്നുള്ള രീതിക്ക് കൊതുകുകളെയും ഈച്ചകളെയും നിയന്ത്രിക്കുക. കുഞ്ഞുങ്ങളിൽ ഇത് ധാരാളമായി കണ്ടുവരുന്നു. കുഞ്ഞുങ്ങളെ കുത്താൻ എളുപ്പമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഫെതേഴ്സ് കുറവായതുകൊണ്ട് കുഞ്ഞുങ്ങളെ കടിക്കുകയും അവിടെയെല്ലാം പോക്സ് വരികയും ചെയ്യുന്നു. പോക്സിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്ന് വെറ്റ് പോക്സ് എന്നും ഒന്ന് ഡ്രൈ പോക്സ് എന്നും. ഡ്രൈ പോക്സ് വലിയ പ്രശ്നക്കാരനല്ല. വെറ്റ് പോക്സ് വളരെ ഡേഞ്ചറാണ്. കാരണം വെറ്റ് പോക്സ് വരുന്നത് വായ്ക്കുള്ളിലും ചുണ്ടുകളുടെ മുകളിലുമൊക്കെയാണ്. തൊണ്ടയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ആരംഭത്തിൽ തന്നെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ബേഡുകൾക്ക് മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മരുന്ന് കൊടുക്കുന്ന ഡോക്സിസൈക്ലിൻ 100 mg പാതി ഗുളിക നമുക്കൊരു 3 ദിവസത്തേക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ആൻറ്റിബയോട്ടിക്, അതിപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ഒന്നുകിൽ മെട്രോജെൽ സിറപ്പ് കൊടുക്കുക. അതിൻ്റെ അളവെന്ന് പറയുമ്പോൾ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 7 ദിവസമെങ്കിലും നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. 5 to 7 ദിവസമാണ് കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. അതിപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 0.1 ml 0.3 ml അഡൽറ്റിനും സിംഗിളായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ എൻഡ്രോഫ്ലോക്സിസിലിൻ പോലത്തുള്ള മരുന്നുകളും ഉപയോഗിക്കാവുന്നതാണ്. അത് 1 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ച് 7 ദിവസം വരെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ആ 2 മരുന്നുകളും ഈ പീജിയൻ പോക്സിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഡ്രൈ പോക്സിനും ഇത് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതിന് ഡോക്സിസൈക്ലിൻ്റെ ആവശ്യമില്ല. അത് ഒരു 2-4 ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ കാലുകളിൽ നിന്നും ഇത് ഇളകിപ്പോകുന്നതാണ്. അതായത് ഏകദേശം ഒരു 50 ദിവസം ആകുമ്പോഴത്തേന് പൂർണ്ണമായിട്ട് മാറുന്നതാണ്. വളരെ ഡേഞ്ചറായിട്ട് വരുന്ന പ്രാവുകൾക്ക് നമുക്ക് വേറെ മരുന്ന് ഉപയോഗിക്കാം. അതായത് പീജിയൻ സോൾവൻ്റ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതിൽ കൊടുത്തേക്കാം. ബേഡിനെ പിടിച്ചതിന് ശേഷം നമ്മുടെ കാലുകളിലും ഒക്കെ കാണുന്ന ഈ പോക്സിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചുരണ്ടുക. അപ്പോൾ അതിൽ നിന്ന് ഡിസ്ചാർജ് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഡിസ്ചാർജ് ഒന്ന് നിന്നതിന് ശേഷം ബഡ്സ് ഉപയോഗിച്ച് ഈ മരുന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് ഇടുക. അപ്പം ബേഡിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. കാരണം അത് കിടന്ന് ചെറുതായിട്ടൊരു നീറ്റൽ പോലെ കാണും. അപ്പം അത് കണ്ണിലോ വായിലോ ഒന്നും പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യുക. ഒരു 2 മിനിറ്റ് ഹോൾഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ സ്ഥലം ഒരുമാതിരി കറുത്ത് വരുന്നതായിരിക്കും. 6 മണിക്കൂറിനുള്ളിൽ ഇത് തന്നെ കരിഞ്ഞു മാറുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് പീജിയൻ പോക്സ് സോൾവൻ്റ് എന്ന് പറയുന്നത്. ഈ നമ്പറിൽ ബന്ധപ്പെടുക. അവർ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാം നേരത്തെ കണ്ട ബേഡുകൾ റിക്കവർ ആയതാണ്. കാലുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതെല്ലാം മാറിയിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് മാറിയിട്ടുണ്ട്. ബേഡുകൾക്ക് നാച്ചുറലായിട്ട് 19 ദിവസം കഴിയുമ്പോൾ ഇത് മാറുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ നല്ല ഭക്ഷണവും വെള്ളവും കൊടുക്കുക. വൈറ്റമിൻ എയും ഇയും അടങ്ങിയ മൾട്ടി വൈറ്റമിൻസ് മസ്റ്റായിട്ട് നൽകുക. ചൂട് സമയമാണ്, ഇലക്ട്രോലൈറ്റ്സ് ധാരാളമായിട്ട് നൽകുക. അതായത് ORS ലായനി. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ബേഡിൽ കൊടുക്കുന്നു. അതിൻ്റെ ശരീരത്തിലെ ഊഷ്മാവ് നിയന്ത്രിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ചൂട് സമയത്താണ് ഇത് വരുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ചൂടിനെ അകറ്റി നിർത്തുക, കൊതുകുകൾ മാറ്റി നിർത്തുക, പ്രാണികളെല്ലാം ഡിപ്പിങ് ചെയ്ത് അകറ്റി നിർത്തുക. ഇതിലൊക്കെ മാത്രമേ നമുക്ക് പോക്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾ ബാക്കിയുള്ളവരിലേക്കും എത്തിക്കുക. ഞാൻ ഈ കാണിക്കുന്ന ബേഡുകളൊക്കെ നമ്മൾ നേരത്തെ ചികിത്സിച്ച് ശരിയാക്കിയ ബേഡുകളാണ്. ഓക്കെ, അപ്പം ഞാനിപ്പം ആദ്യം കാണിച്ച ഒരു ബ്ലൂ ബാർ ബേഡിനെ ഇപ്പോൾ കാണിച്ചാൽ മുതുവത്തൊക്കെ നല്ല രീതിക്ക് പോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം നമ്മൾ ഇതുപോലെ തന്നെയാണ് റിക്കവറാക്കി എടുത്തത്. ആണ് ഇപ്പം നല്ല മനോഹരമായിട്ടുണ്ട്. പോക്സ് വന്നെന്ന് അറിയത്തത് പോലുമില്ല. ബേഡുകൾ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇത് പല പ്രാവശ്യമായിട്ട് എടുത്ത വീഡിയോയാണ്, ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരും വാക്സിൻ എടുക്കണം. അത് പല ബ്രാൻഡിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതിലും നല്ല വീഡിയോസുമായിട്ട് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും. കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു.